ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. ഓപ്പറേഷൻ തുഫാന്റെ അടുത്ത ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. തുഫാൻ കെയർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളുമായി നമ്മൾ ചർച്ച നടത്തി. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തുഫാൻ കെയർ. ഇപ്പോൾ തന്നെ 60ഓളം ആളുകളെ ഞങ്ങൾ വിവിധ ആശുപത്രികളിലായി പോലീസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി പ്രധാനപ്പെട്ട കേരളത്തിലെ ആശുപത്രികളുമായി സംസാരിച്ച് അവർക്കതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഒന്ന്. 2, സ്കൂളുകളിൽ കുട്ടികളെ സൈക്കോളജിസ്റ്റുകളെയും സൈക്യാട്രിസ്റ്റുകളെയും കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ആ പദ്ധതിക്കുള്ള നടപടി നാളെ 4 മണിക്ക് IMAയുമായി തിരുവനന്തപുരത്ത് ചർച്ചയുണ്ട്. ഡോക്ടേഴ്സുമായും അതുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ ന്യൂറോ സയൻസിൻ്റെ ആളുകൾ വന്നിരുന്നു. അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് തുഫാൻ കെയർ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണുള്ളത്. വിജയും മോഹൻലാലും ഒരുമിച്ചുള്ള പരിപാടിയുടെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. മോഹൻലാൽ അമേരിക്കയിലാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹവുമായി സംസാരിച്ച ഡേറ്റും മറ്റു കാര്യങ്ങളും തീരുമാനിക്കും. ഈ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ നടപടിക്രമം കൃത്യമായി പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോടതി അയാളെ വിട്ടു. അത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടില്ല. അതെന്താണെന്ന് പരിശോധിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെന്നുള്ളത് പരിശോധിക്കാൻ ഉത്തരമേഖല IG പുട്ട വിമലാദിത്യയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് നൽകും. കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സാധാരണഗതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG പുട്ട വിമലാദിത്യയോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല ആ കുട്ടിയുടെ പിതാവും മറ്റുള്ള ബന്ധപ്പെട്ട ആളുകൾ എന്നെ കാണാൻ വന്നിരുന്നു. അവർക്ക് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ചിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതിനി അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ല, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്നുള്ളത് ഉത്തരമേഖല IGയോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കും. അല്ല, അതിനകത്ത് ജാഗ്രത കുറവൊന്നുമില്ല. പോലീസ് പരമാവധി അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. വളരെ ശക്തമായി തന്നെ അവര് അന്വേഷിച്ചിരുന്നു. അല്ല, അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ പുതിയ KPCC പ്രസിഡന്റ് എങ്ങാനും വരാനുള്ള സാധ്യത? നിലവിലെ KPCC പ്രസിഡന്റ് മന്ത്രിയാണല്ലോ. തൊടുപുഴയിലെ പോലീസ് വാഹനത്തിൽ നിന്ന് പട്രോളിംഗ് നടത്തിയ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ സമയങ്ങളുടെ വാർത്ത കണ്ടു. അത് അന്വേഷിക്കാം.